ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്നത്തെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞായിരുന്നു ഷൂട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഷൂട്ടിൻ്റെ ഒരു ഡേ ആണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ആവശ്യത്തിന് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം ചെയ്ത് ഫിനിഷായി കഴിഞ്ഞു കേട്ടോ. നമ്മൾ മേക്കപ്പിന് സെപ്പറേറ്റ് ഇടണ്ടായിരുന്നു വെച്ചിട്ടായിരുന്നു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിനിഷായി. പിന്നെ ചിങ്ങടൊന്ന് കുറച്ച് സീനാണ്, കാരണം ആൾക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വായിച്ച് ഫിനിഷ് വന്നതുകൊണ്ട് തന്നെ ചിങ്ങടുവിന് ഉറക്കം പോയി. കാരണം വായിച്ച് അടുത്ത് തന്നെ നടന്നാൽ ചിങ്ങടു കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുള്ളൂ. ഉറക്കുമ്പോൾ തന്നെ ചെറിയൊരു ഇത് കാണിച്ചിട്ട് ആൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാട്ടാ. ഇപ്പം അമ്മ എടുത്തിട്ടിരിക്കുകയാണ്. തന്നെ ആൾ ചെറിയൊരു ഇതിലാണ്. എൻ്റെ ആൾക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒരു ഉറക്കം ശരിയാവുന്നുണ്ട്. ചിങ്ങടുവാ ഡേ, എന്താണ് ഉറക്കം മടിയായില്ലേ? ഇവിടെതാ വച്ചിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷായി കഴിഞ്ഞു. അങ്ങനെയാ, ഇതാണ് ഇന്നത്തെ ലുക്ക് കേട്ടാ. ധാവണിയിലോ ഇപ്പം ഞാനൊക്കെ ഏകദേശം കഴിഞ്ഞു. മേക്കപ്പ് ചെയ്ത താത്തയാണ് കേട്ടോ. അതന്നെ ഗൈസ്. അപ്പോൾ പാലക്കാട് തന്നെ കേട്ടാ. ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ അത് ശരിയാണ്, നെയ്ബേഴ്സാണ്. ഇനിയിപ്പോൾ മുല്ലപ്പൂവും കൂടി വെക്കാനുള്ളത്, അതും കൂടി വെച്ച് തന്നെ വായിച്ചിൻ്റെ ഏകദേശം മേക്കപ്പിൻ്റെ ഫുൾ ഫിനിഷായി അല്ലേ ഗൈസ്. വായിച്ചിൻ്റെയാണ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടെ മേക്കപ്പ് ഫിനിഷാവുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ഏകദേശം ഇനി ഡ്രസ്സിൻ്റെയും പിന്നെ ഇറങ്ങാനൊക്കെ ഫൈനലായിട്ടൊന്നും ചെയ്യാനുള്ള മാത്രമേ ഉള്ളൂ. ചിങ്ങടാണെന്നുണ്ടെങ്കിൽ നേരെ ഉറക്കം കിട്ടാമെന്ന് വെച്ചുകൊണ്ട് ആൾക്ക് നല്ല മപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ചിങ്ങടിനെയും കൊണ്ട് വായിച്ച് കാണുമ്പോൾ കണ്ണ് കരയണേ. ചിങ്ങടിനെയും കൊണ്ട് ഞാൻ അങ്ങനെ പുറത്ത് വന്നിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വേണോ? ഇതെൻ്റെ ചാദർ കൈ സ്റ്റൈൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും വേണ്ട, അത് മതി അത്ര. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം ഉള്ളൂ, അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിച്ചിന് ഫിനിഷാവും. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡിയാവാൻ ഗൈസ്. അപ്പോൾ വായിച്ചിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചിങ്കടുവിന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വായിച്ച് പുരികവും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൊന്നും എഴുതി കൊടുക്കില്ല, നമ്മൾ പുരികവും ഇതും മാത്രം ചെയ്യാറുള്ളൂ അല്ലോ അവ ഗൈസ്. അപ്പോൾ വായിച്ച് അതായത് ഉറങ്ങിയിട്ട് എണിച്ചാൽ ചിങ്ങുവിന് കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിൽ സമാധാനത്തിൽ ഇരുന്നോളൂ. പക്ഷേ ഈ ഉറക്കമില്ലാണ്ട് എണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് തീരെ മൂടുണ്ടാവില്ല. 6 മണിക്ക് അതായത് ഉറങ്ങി, ഇന്നലെ നേരത്തെ ഉറങ്ങിയിട്ട് ഏകദേശം 2 മണിയൊക്കെ ആയതും കറണ്ട് പോയി. നല്ല കാറ്റും മഴയും വന്ന് കറണ്ട് പോയില്ലോ. കറണ്ട് പോയതുകൊണ്ട് ചിങ്ങുവിന് പിന്നെ ഉറക്കമില്ല. അപ്പോൾ ചിങ്ങടു അങ്ങനെ എണിച്ചു. കറണ്ടാണെങ്കിൽ പോവുക വരിക അങ്ങനെ ഒരു ഇതിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ വരെ ഇതണ്ട ഇങ്ങനെ ഓരോന്ന് കയ്യിൽ കൊടുത്തിട്ടാണ് എഴുതി കൊടുക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല. എന്തായാലും നിന്ന് തരില്ല, കാരണം കുട്ടികൾ അവർക്കത് ഒരു എന്താ പറയുക ഇറിറ്റേഷൻ പോലെ ആയിട്ടായിരിക്കുമല്ലോ. അതൊന്നും ഒരാൾ എണിക്കാൻ നോക്കുന്നതാ, എനിക്കില്ലതാ പെറുക്കിടുന്നതാ. ഇവിടെ പൂവിൻ്റെ ഇത് കണ്ട, അതായത് ഭാവിച്ചെടുത്തപ്പോൾ ഭാവിച്ചിൻ്റെ തലയിൽ മുല്ലപ്പൂവിനെ പിടിച്ചു വിളിക്കുക. അപ്പം ഞാൻ അതിനൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പീസ് കൊടുത്തു. പക്ഷെ വായിലിടാനും നോക്കണം, കാരണം ഇപ്പോൾ പെറുക്കിയിട്ട് വായിൽ ഇങ്ങനെ ഇടാൻ പോവാള്. ഇങ്ങോട്ട് വാ സത്തി ഗൈസ്. അങ്ങനെ എല്ലാം സെറ്റായി, ഞാൻ റെഡി ആയിട്ടാ. വായിച്ചിൻ്റെ മറ്റേ ഗ്രേറ്റ് കളർ പോലെ തന്നെ എൻ്റെ ഷർട്ട്, പിന്നെ മറ്റേ മുണ്ടല്ലോ ചിങ്കടും അങ്ങനെ ലാസ്റ്റ് ഉറങ്ങിയിട്ട് ഗൈസ്. ഡ്രസ്സ് ഇടാത്ത വേറെ ഒന്നുമല്ല, ചിങ്കടും അങ്ങനെ കിടന്ന് ഉറങ്ങിയ. പിന്നെ ഡ്രസ്സ് ഇട്ടോടെ വന്നാൽ സീനാവും. സൗണ്ടിൽ പറഞ്ഞോ. നല്ല മെയിനായിട്ട് കളേഴ്സ് കുറച്ച് ഇതായിട്ടുള്ള കളേഴ്സ് ഉണ്ട്, അത് നമുക്ക് വിട്ട് പിടിക്കാൻ തോന്നുന്നില്ലല്ലോ അവ. അപ്പോൾ ഗൈസ് ഇറങ്ങാൻ നിൽക്കുമ്പോണ്ടോ നല്ല കാറ്റും മഴയാണ്. ഇനിയിപ്പോൾ ഷൂട്ട് എന്താണെന്നൊന്നും അറിയില്ല. ചിങ്ങട് പണിച്ചു, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മഴയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെറുതായിട്ടുണ്ട്, കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞങ്ങളെന്തായാലും രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. ഇപ്പോൾ 2:45 അപ്പോൾ ഫുഡ് പഠിച്ചിട്ട് വണ്ടിയിൽ ഇരുന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. ചിങ്ങട് ഇതാ ഇപ്പം എണീറ്റുള്ളൂ. ഇവിടെ എണിച്ചിട്ടുണ്ട്. വായിച്ചിൽ ഓരോന്ന് കണ്ടുപിടിച്ച് വലിക്കാനാണ് പണി. ഈ ചിങ്ങടുവിനെ ഒന്ന് റെഡിയാക്കാണ്ടല്ലോ അവ. ഇനി വായിച്ചാന്നുണ്ടെങ്കിലും കമ്മൽ മാല ഇതൊക്കെ ഇനി ഇടാനുണ്ടല്ലോ അവ. അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഇടാണ്ട് ചിങ്ങടുവിനെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. ഹായ് പറ. നേരെ ഉറങ്ങാണ്ട് ആൾക്ക് മൂടില്ലാണ്ട് ഇരിക്കുകയായിരുന്നു. ഗൈസ് അങ്ങനെ ഞങ്ങൾ
ഫൈനലി ഷൂട്ടിന് വേണ്ടി ലൊക്കേഷൻ എത്തി. ഫസ്റ്റ് ഞങ്ങൾ വേറെ അവിടെ വിചാരിച്ചു, പക്ഷെ അവിടെ പറ്റിയില്ല. ഞങ്ങൾ ലാസ്റ്റ് കോട്ടയം എത്തിയില്ലാതെ അവിടെ കോട്ട മൈതാനത്ത് എത്തി. ഇവിടെ അയ്യോ മുണ്ട കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. കോട്ടയിലെത്തി. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞങ്ങൾ കുറേ ആയി വന്നിട്ടില്ലാതെ സ്നേഹിക്കുന്ന സമയത്ത് എന്തോ വന്നത്. അതിന് പിന്നെ വന്നിട്ടില്ല. കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ നിന്ന് ഇനിയിപ്പോൾ ടിക്കറ്റ് ഞങ്ങൾ എടുക്കാം. ഉള്ളി ഇപ്പോൾ അതാ ഷെഫീക്ക് ഉണ്ട്. അപ്പോൾ കഴിച്ചിട്ടുണ്ടല്ലോ ഉള്ളി ഇപ്പം ചിരിപ്പിക്കാട്ടാ. ചിങ്ങടും അപ്പിൽ നിന്നുകൊണ്ട് ചിരിക്കുന്നില്ല. ചിങ്ങടോ ഒരാൾ കിക്കിളിപ്പെടുത്തണ്ടോ? മിയാവ് ഇവിടെ. അങ്ങനെ ഷൂട്ട് ഏകദേശം ഫിനിഷായി. മഴ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ഷൂട്ടിൻ്റെ ടൈമിൽ മഴ വന്ന് ചതിച്ചില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ആവശ്യത്തിന് സിംഗിൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ചിങ്കിടു പിന്നെ ഉറങ്ങിയിട്ടാ. കുറേ എന്താണ് ഇതുണ്ടായിരുന്ന ആൾക്ക്. എന്നിട്ട് ലാസ്റ്റ് ആൾ ഉറങ്ങി. ചിങ്കിടിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അത് വീട്ടിൽ കാണിക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് ചിങ്കിട് ഉറങ്ങി. ഇനിയിപ്പോൾ ആവശ്യത്തിന് സിംഗിൾ ഫോട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടില്ല. ഞങ്ങൾ 3 ആളുടെ എടുത്തു, 2 ആളുടെയും കൂടി എടുത്തില്ല. ഇപ്പോൾ 2 ആളുടെയും കൂടി എടുക്കാനുണ്ട്. അതും കൂടി എടുത്ത് തന്നെ ഏകദേശം ഫിനിഷായി. സമയമായിട്ട് സമയം ഏകദേശം 6 മണിയായിട്ടുണ്ട്. ലേറ്റൊക്കെ പോയി വന്നത് മഴയും കൂടി ആയതുകൊണ്ട് തന്നെ ഇരുട്ടാണ്. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ലാണ്ട് കിട്ടി. അങ്ങനെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീടെത്തിയിട്ടാണ്. ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞത് അങ്ങനെ നേരെ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. വീട്ടിൽ വന്നിട്ടാണ് ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ വീട് മൊത്തത്തിലായിരുന്നു. അപ്പോൾ വന്നു ഞങ്ങൾ വേഗം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും ഫ്രഷായി. ചിങ്ങടോടെ ഉറങ്ങാണ്. ചിങ്ങട് ഉറങ്ങിയപ്പോൾ വായിച്ച് പണിച്ചു. ചിങ്ങടു ഉറക്കത്തിൽ തന്നെയാണ്. അപ്പം എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മനെ വീട്ടിലേക്ക് വിടാൻ പോകണം. കാരണം അമ്മ പോകണമെന്ന് പറഞ്ഞത് ഷൂട്ടും കാലം കഴിഞ്ഞല്ലോ. അപ്പം പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചും കൂടി എന്താണെന്ന് പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വന്നിട്ട്. കാരണം ഞങ്ങൾ ഷൂട്ടുള്ളത് കൊണ്ട് തന്നെ ഫുഡും കാര്യമൊന്നും വീട്ടിൽ വെച്ചില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ തട്ട് കടയ്ക്ക് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് വന്നു. ഞാനും അമ്മയും വണ്ടിയിൽ നിന്ന് കഴിച്ചു. അപ്പോൾ വാച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാച്ച് കുറച്ച് കഴിച്ചു തന്നെ ഇന്ന്. എന്നാലും ഒന്ന് അതിൽ കൂടി നേരെ സമ്മാനത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് വാരി കൊടുത്തു. എന്നാലും സമ്മാനത്തിൽ ഒന്നുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് വാച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിങ്ങർ ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കഴിച്ച് തന്നെ നേരെ അമ്മനെ വിടാൻ പോലും അവൻ. അങ്ങനെ ഞങ്ങൾ ഫൈനലി വീടെത്തി. അമ്മനെയൊക്കെ വിട്ട് വീടെത്തുമ്പോൾ ഏകദേശം 12:30-12:45 ആവേ. ഇപ്പോൾ വീടെത്തിയിട്ട് ഇപ്പം സമയം എത്രയാവേ? 1:50 എത്തി. കുറച്ച് നേരം ആയി. കുറച്ച് ഇങ്ങനെ എന്താ പറയുക, നല്ല ക്ഷീണമുണ്ടെന്ന് വാച്ചിക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, ചിങ്ങടൂനും ഉണ്ട്. ചിങ്ങടൂന് പിന്നെ പറയാൻ പറ്റാത്തതുകൊണ്ട് പക്ഷെ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ചിങ്ങടൂൻ്റെ ഇത് വെച്ചിട്ട്. ചിങ്ങടൂനും അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട്. ഇപ്പോൾ ഇതാ ഇവിടെ 2 ആളും കണ്ട ഇവിടെ വാവിച്ച് ഫോണൊന്നും നോക്കിയിട്ട് അതിൻ്റെ ഒപ്പം ചേർന്നിരിക്കുന്ന ഒരാൾ. പിന്നെ അതുപോലെ തന്നെ എന്താണ് അമ്മനെ കൊണ്ടുവിട്ടു. ഇനിയിപ്പോൾ അമ്മ വരും. അപ്പോൾ അതെന്താണ് സംഭവം പറഞ്ഞല്ലോ അവ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ കണ്ടില്ല, ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് നമ്മളിപ്പോൾ ഒരു ഷൂട്ട് ദിവസം പുറത്തൊക്കെ പോയി തിരിച്ചെത്തുമ്പോൾ ഇത്രയും സമയമാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ മാക്സിമം ബ്ലോഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടിരുന്നതാണ് ഗൈസ്. ചിങ്ങടോ എവിടെ പൊന്നോ എന്താണിത്? ഫോൺ നോക്കിയിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.